സന്ദേശം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം ലിവിംഗ് വില്ലാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംവദിക്കുന്നത്. ഇവിടെ ഇക്കാര്യം വിശദീകരിച്ചു തരുന്നതിന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോയ് PF ആണ്. ഇദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനാണ്. അതോടൊപ്പം തന്നെ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ഡയാലിസിസ് കൗൺസിൽ പ്രസിഡന്റും അതോടൊപ്പം തന്നെ അങ്കമാലി ഐ ബാങ്ക് അസോസിയേഷൻ കൺവീനറും കൂടിയാണ്. ഈ വിഷയം വിശദമായി നമ്മളോട് പറഞ്ഞു തരാൻ സന്മനസ് കാണിച്ച അദ്ദേഹത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് ലിവിംഗ് വിൽ? ഇതിൻ്റെ സമകാലീന സാഹചര്യത്തിൽ ലിവിംഗ് വില്ലിന്റെ പ്രസക്തി എന്താണ്? ഈ ലിവിംഗ് വില്ല് നമുക്ക് വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു നിയമ നിർമ്മാണമാണ്. നമുക്കറിയാം, സാധാരണ നമുക്കൊരു അസുഖങ്ങളൊക്കെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇനി സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ മറ്റു മെഷീനറികളുടെ സഹായത്തോടെ മാത്രമാണ് നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയസ്പന്ദനം നിലനിർത്തുന്നത് മെഷീനറിയാണ്. അല്ലെങ്കിൽ നമ്മൾ കോമയിലായി ട്യൂബിലൂടെ ഭക്ഷണം തന്നിട്ട് നമ്മുടെ ജീവിതം നിലനിർത്തി കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തരം ചികിത്സ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് സുബോധമുള്ളപ്പോൾ നമ്മൾ എഴുതി വയ്ക്കുന്ന ഒരു രേഖയാണ് ലിവിംഗ് വിൽ. അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഇതിന്റെ സമകാലീന പ്രസക്തി എന്താണ്? അതായത് ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് നമ്മുടെ ശാസ്ത്രത്തില് ഒരുപാട് പുരോഗതി ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് മരണങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അതിലൊപ്പാടൊക്കെ നമ്മുടെ വീടുകളിൽ കിടന്നാണ് നമ്മുടെ മരണം നടന്നിരുന്നത്. ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കനുസരിച്ചിട്ട് ഏകദേശം 10%, 15% ആളുകൾ പെട്ടെന്നുള്ള അസുഖം മൂലം പെട്ടെന്നുള്ള മരണം, അതായത് കുഴഞ്ഞു വീഴ, ആക്സിഡന്റ് പറ്റി അങ്ങനെയൊക്കെ നമ്മൾ മരണപ്പെടുന്നത്. ബാക്കി 85% നമുക്ക് മരണം സംഭവിക്കുന്നത് സ്ലോ ഡൈയിങ് പ്രോസസ്സിലൂടെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യത്തിന്റെ 30% സംഖ്യ നമ്മൾ ആശുപത്രി ചിലവാക്കി വന്നിട്ടാണ് നമ്മൾക്ക് മരണത്തെ ഉൽഗാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരം അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഒപ്പം ഈ പുതിയ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ അന്തസ്സായിട്ട് മരിക്കാനുള്ള അവകാശവും നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട്. അത് നമ്മൾ നിയമ നടപടികളിലൂടെ പ്രാവർത്തികമാക്കണം. സുപ്രീം കോടതി വിധി വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? അതോടൊപ്പം കൂടി ചോദിക്കാൻ, ഇതിനെ നിലവിലെ പാർലമെന്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ടോ എന്നുള്ളത് കൂടി വിശദമായി പറയാമോ? സാധാരണ അപ്പോൾ ഇതിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ ആ ജീവിതചര്യകളില് ഏകദേശം 85% മരണം സംഭവിക്കുന്നത് സ്ലോ ഡൈയിങ് പ്രോസസ്സിലൂടെയാണ്. അതിന് 90% നമ്മൾ ആശ്രയിക്കുന്നത് ആശുപത്രികളിലാണ്. പലപ്പോഴും അത് പല രീതിയിലുള്ള ദുരുപയോഗങ്ങൾക്ക് കാരണമാവുകയും നമ്മൾക്ക് ഒരുപാട് സാമ്പത്തിക ചെലവ് വരികയും ചില കേസുകളിൽ വീട് തന്നെ അനാഥമായി പോകുന്ന അവസ്ഥ വരാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ടതിന്റെ വെളിച്ചത്തിലാണ് സുപ്രീം കോടതിയിൽ ഒരു കേസ് വരികയും അതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. അത് ആ ലിവിംഗ് വില്ലിലൂടെ നമുക്ക് നടപ്പാക്കാനും നമ്മുടെ മരണം ജീവിത അവസാന ഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ കിടന്ന് മരിക്കുവാനുമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ലിവിംഗ് വില്ലിന്റെ നടപടിക്രമങ്ങൾ ഒരു പ്രധാന കാര്യമായിരിക്കും. അതായത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ്, അതിൽ ആരെങ്കിലും സാക്ഷികൾ വേണോ, രജിസ്റ്റർ ചെയ്യണോ, ഇത് ആരാണ് ഇദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഇക്കാര്യങ്ങൾ ആളുകളെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, ബന്ധപ്പെട്ട ആശുപത്രിയെ ബോധിപ്പിക്കുക, ഇക്കാര്യങ്ങളിലൊക്കെ നിയതമായ രൂപം നിലവിലുണ്ടോ?
ഉണ്ടെങ്കിൽ അതിന്റെ വിശദവിവരങ്ങളൊന്ന് മറ്റുള്ള ആളുകൾക്ക് കൂടി അറിയാനുള്ള തരത്തിൽ ഒന്ന് പറഞ്ഞു തരാമോ? യെസ്, 2018 മാർച്ച് 9 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളൊരു ബെഞ്ചാണ് 200 പേജുള്ള ഒരു വിധിന്യായത്തിലൂടെയാണ് ഈ ലിവിംഗ് വില്ലിന് വേണ്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോമൺ കോസസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് ഈ വിധി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ കാനൂൺ .org/18449972 എന്ന സൈറ്റിൽ ഇതിന്റെ വിശദ വിവരങ്ങൾ ലഭ്യമാണ്. 2018 പുറപ്പെടുവിച്ച വിധിന്യായത്തില് നമ്മുടെ ഈ ലിവിംഗ് വില്ല് ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അറ്റസ്റ്റ് ചെയ്യണം. അതേസമയം അത് കുറച്ച് നൂലാമലകൾ പെടുന്നതാണ്. 2021 മലയാളി ജഡ്ജിയായ മിസ്റ്റർ ജോസഫ് കെ.എം. അത് ഒരു പുതിയ വിധിന്യായത്തിലൂടെ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ലിവിംഗ് വില്ല് ഒരു ഗസറ്റഡ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു നോട്ടറി പബ്ലിക്കോ അറ്റസ്റ്റ് ചെയ്താൽ അതൊരു നിയമരേഖയായി മാറും. നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ എങ്ങനെയാണ് ഒരു ലിവിംഗ് വില്ല് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക? വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാണ് ലിവിംഗ് വില്ല് എന്ന രേഖ ഉണ്ടാക്കും. നമുക്കറിയാം, നമ്മൾ പല വില്ലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ ഡോക്യുമെന്റ് സ്റ്റാമ്പിൽ എഴുതണം, അത് രജിസ്റ്റർ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയർ മറ്റ് വില്ലുകളുണ്ട്. ഈ ലിവിംഗ് വില്ലിനെ സംബന്ധിച്ചിടത്തോളം വെരി സിമ്പിൾ പ്രൊസീജിയർ. ഒരു വെള്ളക്കടലാസില് 18 വയസ്സിന് മുകളിലുള്ള ഒരാള് സുബോധമുള്ള സമയത്ത് ഒരു വെള്ളക്കടലാസില് എഴുതി വെക്കാം, എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന്, അല്ലെങ്കിൽ ഞാൻ കോമയിലായി, അല്ലെങ്കിൽ ഞാൻ ഡിമെൻഷ്യയിലായി, അല്ലെങ്കിൽ ഞാൻ ഡയാലിസിസിന് വിധേയമാകുന്നു, അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കൂടെയാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, എന്റെ ജീവിതത്തിന്റെ സഹായിക്കുന്നത് മെഷീനറികളാണ്, അല്ലെങ്കിൽ ഞാൻ ഈ സാധാരണ ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരില്ല എന്ന് ഉറപ്പുള്ള കേസുകളിൽ എനിക്ക് അത്തരം ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് നമ്മളൊരു വെള്ളക്കടലാസിൽ എഴുതി അതില് 2 സാക്ഷികള് ഒപ്പിട്ട് ആ രേഖ, ആ ഒപ്പിടുന്നത് അല്ലെങ്കിൽ ആ രേഖ ഒരു ഗസറ്റഡ് ഓഫീസറോ ഒരു നോട്ടറി പബ്ലിക്കോ അറ്റസ്റ്റ് ചെയ്താൽ ഇത് ഒരു ലീഗൽ രേഖയായി, അല്ലെങ്കിൽ ഒരു നിയമപരമായ ഒരു രേഖയായി മാറിക്കഴിഞ്ഞു. അങ്ങനെ വളരെ സിമ്പിൾ പ്രോസസ്സാണ് ഈ ലിവിംഗ് വിൽ. ഈ ലിവിംഗ് വിൽ ഇങ്ങനെ എഴുതി ഈ കക്ഷി തന്നെ സൂക്ഷിച്ചാൽ ഇതിന്റെ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷന് എന്തായിരിക്കും? ഇദ്ദേഹം ഈ വിഷയം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇത് മറ്റുള്ള സ്ഥാനങ്ങളിലും എത്തണ്ടേ? ബന്ധപ്പെട്ട ഓഫീസുകളിലോ ബന്ധപ്പെട്ട ബന്ധുക്കളിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ എത്തണ്ടേ? അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇതിന്റെ കോപ്പി വെക്കേണ്ടതുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഈ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയത്ത് ഉണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് പറയാം. സാധാരണ കേസില് നമ്മൾ ഈ ലിവിംഗ് വില്ല് എഴുതി വെക്കുന്നത് തന്നെ നമ്മൾക്ക് ബോധമില്ലാത്ത അവസ്ഥയില്, അല്ലെങ്കിൽ നമ്മൾക്ക് ശരിയായി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയില് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രേഖയാണ് ലിവിംഗ് വിൽ. അപ്പൊ നമ്മൾ ലിവിംഗ് വില്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ കൊടുത്തേൽപ്പിക്കാം, നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഇതിന്റെ സർവീസ് ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാം. അപ്പോ അങ്ങനെയൊക്കെ ഏൽപ്പിച്ചു വരുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്തും കൂടി ചെയ്യാം, ഓരോ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഈ രേഖ സൂക്ഷിക്കാൻ ഒരു കസ്റ്റേഡിയനെ നിയമിക്കണമെന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രേഖ നമ്മളിപ്പോൾ താമസിക്കുന്ന പഞ്ചായത്തിലാണെങ്കിൽ ആ പഞ്ചായത്തിലെ കസ്റ്റേഡിയൻ ആരാണോ അയാളെ ഈ രേഖ ഏൽപ്പിക്കാം. അങ്ങനെ നമ്മളൊരു സുപ്രഭാതത്തില് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയില് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ അവിടെ നമ്മുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർക്കോ സന്നദ്ധ സംഘടനയ്ക്കോ നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കാനായിട്ട് കഴിയും. അവിടെ ആ രേഖ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളെ പരിശോധിക്കുന്ന ഡോക്ടർമാർ, അവിടുത്തെ ആ ആശുപത്രിയിൽ 2 ഡോക്ടർമാരടങ്ങുന്ന ഒരു ബോർഡ് ഉണ്ടാക്കി നമ്മുടെ തീരുമാനം ശരിയാണ്, ഇദ്ദേഹം ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കണം. ഇതിലൊരു രസകരമായ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഈ ലിവിംഗ് വില്ല് പകർപ്പ് വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ അങ്ങനെയുള്ള ഒരു ഡയറക്ഷനൊന്നും വകുപ്പ് വഴിയോ സർക്കാർ വഴിയോ എത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തില് ഒരുപക്ഷെ കോടതി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള കേസുകൾ ഉണ്ടാകാം.
എന്തായാലും നമുക്ക് അങ്ങനെ വെക്കാനുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അങ്ങനെ ചെയ്യും. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഇതിന്റെ ഫലവത്താകുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഭാഗം. അതായത് ഒരു ഹോസ്പിറ്റലില് ഈ ലിവിംഗ് വിങ് എഴുതി വെച്ച ആളെ കൊണ്ടുവന്നു, അവിടെ ഇദ്ദേഹം പിന്നീട് ജീവിതത്തിൽ തിരിച്ചു വരാത്തൊരവസ്ഥയിൽ വരുന്ന അവസ്ഥ ആര് കണ്ടെത്തും? ലിവിംഗ് വില്ലിൽ പറയുന്ന നടപടിക്രമങ്ങൾ ആര് ഇംപ്ലിമെന്റ് ചെയ്യും? അവിടെ ആശുപത്രികളുണ്ട്, ഡോക്ടർമാരുണ്ട്, അതോടൊപ്പം തന്നെ ബന്ധുക്കളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഇതിന്റെ വിശദമായ കാര്യം കൂടി ഒന്ന് പറയുന്നു. സാധാരണ കേസിൽ ഇപ്പൊ നമ്മൾ ഈ ലിവിംഗ് വില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ലിവിംഗ് വില്ല് എഴുതി വെക്കുമ്പോൾ തന്നെ നമ്മൾ ആ ലിവിംഗ് വില്ലിന്റെ കോപ്പി നമ്മുടെ ബന്ധുക്കളെ ഏൽപ്പിക്കും, അടുത്ത സുഹൃത്തുക്കളെ ഏൽപ്പിക്കും, ഒപ്പം നമുക്ക് പറ്റുമെങ്കിൽ സന്നദ്ധ സംഘടനകളെ ഏൽപ്പിക്കും. ഒപ്പം ഈ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് ഓരോ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും ഇങ്ങനെ ലിവിംഗ് വില്ല് സൂക്ഷിക്കാനുള്ള ഒരു കസ്റ്റഡിയനെ ഉത്തരവാദിത്തപ്പെടുത്തണം. അവരുടെ കയ്യിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു കോപ്പി കൊടുക്കാം. ഒപ്പം നമ്മളിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു, നമുക്ക് അവിടെ സംസാരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസരത്തില് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രേഖയാണ് ലിവിംഗ് വില്ല്. അപ്പൊ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആശുപത്രിയില് ബന്ധുക്കളോ അല്ലെങ്കിൽ ലിവിംഗ് വില്ലില് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആരെങ്കിലും അധികാരപ്പെടുത്താം, നിങ്ങൾ അവിടെ കൊടുക്കണം എന്നുള്ളത്. ഇനി അധികാരപ്പെടുത്തിയ ആളുകൾ ഇല്ലെങ്കിൽ തന്നെ ബന്ധുക്കൾക്കോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കോ ഇതിന്റെ കോപ്പി ആശുപത്രിയിലെ ബന്ധപ്പെട്ട മാനേജ്മെന്റിന് കൊടുക്കുകയും ആ ആശുപത്രി മാനേജ്മെന്റ് ആ പേഷ്യന്റിനെ ചികിത്സിക്കുന്ന ഡോക്ടറടക്കം 2-3 ഡോക്ടർമാരുടെ ഒരു ബോർഡ് ഉണ്ടാക്കി ആ ബോർഡിന്റെ തീരുമാനത്തിന് വിടണം. ഇദ്ദേഹം പറയുന്നത് ശരിയാണ്, മിഷനറിയുടെ സഹായത്തോടെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അങ്ങനെ ആ പറയുന്ന സംഗതി ഇവർക്ക് മിഷനറിയുടെ സഹായം വേണ്ടാന്ന് വെക്കാം, ഇനി ആൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കണം. ഒപ്പം ജില്ലാ മെഡിക്കൽ ഓഫീസർ അധികാരപ്പെടുത്തുന്ന ഒരു ബോർഡ് കൂടി ഇതേ തീരുമാനത്തിലേക്ക് വരണം. അങ്ങനെ 2 ബോർഡുകളും ഒരേ തീരുമാനത്തിൽ എത്തിയാൽ മാത്രമേ ഈ ലിവിംഗ് വില്ല് നടപ്പാകുകയുള്ളൂ. അതേസമയം ഒരു കൂട്ടർ പറയാണ് ഇദ്ദേഹം ഇനിയും രക്ഷപ്പെടും, അതുകൊണ്ട് ചികിത്സ തുടരണം. വേറെ ഇപ്പൊ നമ്മൾ രണ്ടാമത് രൂപീകരിച്ച വേറൊരു ബോർഡ് പറയാണ് ഇദ്ദേഹത്തിന് ലിവിംഗ് വില്ല് നടപ്പാക്കാം, ആ മിഷനറിയുടെ സഹായം വേണ്ടിന് അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് ഇത് ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്യപ്പെടുകയും ഹൈക്കോടതി സമയബന്ധിതമായിട്ട് ഇതിലൊരു തീരുമാനം എടുക്കുകയും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞത് പഞ്ചായത്തിന് ഇതിന്റെ രേഖ സമർപ്പിക്കാന്ന്. അപ്പൊ പഞ്ചായത്തിന് അല്ലെങ്കിൽ അവർക്ക് ഇതിന്റെ ആ കസ്റ്റഡിയനെ ഇതിന്റെ ആ ഡോക്യുമെന്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ നടപടിയെ എത്രയും പെട്ടെന്ന് വളരെ സുതാര്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് ഇതിന്റെ ഒരു നടപടിക്രമം. ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു സമ്പ്രദായമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാവുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഉൾക്കൊള്ളാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാം, മതവിഭാഗങ്ങൾ ഉണ്ടാകാം, ഇനി പ്രത്യേക ചിന്താഗതിക്കാരുണ്ടാവാം, അങ്ങനെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാധാരണ കേസില് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ ഇവിടെ നിലവിലുള്ളത്. ഒന്ന് പാസീവ് യൂത്തനേഷ്യ, 2 ആക്റ്റീവ് യൂത്തനേഷ്യ. ഈ പാസീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാല് നിഷ്ക്രിയ ദയാവധം എന്നാണ് പറയുക. ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ സജീവ ദയാവധം. ഈ പാസീവ് യൂത്തനേഷ്യ അതായത് നിഷ്ക്രിയ ദയാവധം അത് നമ്മൾക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏതെങ്കിലും മിഷനറിയുടെ സപ്പോർട്ടിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം. അല്ലെങ്കിൽ ട്യൂബിക്കോടെയുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറാണ് ഈ നിഷ്ക്രിയ ദയാവധം. അതേസമയം ഈ ആക്റ്റീവ് യൂത്തനേഷ്യ സജീവ ദയാവധം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മരണത്തെ ഉറപ്പാക്കുക. ഈ ആക്റ്റീവ് യൂത്തനേഷ്യ അല്ലെങ്കിൽ സജീവ ദയാവധം നമ്മുടെ നാട്ടിലെ നിയമം മൂലം ഉണ്ടായിട്ടില്ല. പാസീവ് യൂത്തനേഷ്യ അല്ലെങ്കിൽ നിഷ്ക്രിയ ദയാവധമാണ് നമ്മുടെ നാട്ടിലെ നിയമം മൂലം അനുവദിച്ചിട്ടുള്ളത്. ഈ മതമേലാധ്യക്ഷന്മാരെ എതിർക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആക്റ്റീവ് യൂത്തനേഷ്യയാണ്, അതായത് സജീവ ദയാവധം. ഇതില് ലിവിംഗ് വില്ല് എഴുതി വെച്ചു, പിന്നെ മനസ്സ് മാറി, തിരിച്ച് അത് തെറ്റിദ്ധരുത്താൻ കഴിയുമോ?
ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ലിവിംഗ് വില്ല്, ഞാൻ നേരത്തെ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞ സുബോധമുള്ള ആർക്കും ലിവിംഗ് വില്ല് എഴുതാം. ആ സുബോധമുള്ള സമയത്ത് തന്നെ അവർക്ക് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. ലിവിംഗ് വില്ല് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. ഈ കൊടുത്ത കോപ്പികളൊക്കെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാവും, സംഘടനകളിൽ ഉണ്ടാവും, സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാകാം, ബന്ധുക്കളുടെ കയ്യിലൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ നമ്മളത് സർക്കാർ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഞാൻ ലിവിംഗ് വില്ല് എഴുതിയത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കസ്റ്റഡിയിൽ അറിയിക്കണം. ഈ ഇന്ത്യയിലെ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിന്റെ ലോക രാജ്യങ്ങളിലെ ഇതിന്റെ പ്രാക്ടീസ് ഉള്ള ഏതെങ്കിലും രാജ്യത്തെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചോ പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയില് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആക്റ്റീവ് ഉത്തനേഷ്യ അല്ല, പാസീവ് ഉത്തനേഷ്യ, അതായത് നിഷ്ക്രിയ ദയാവധമാണ് ഉള്ളത്. അത് സുപ്രീം കോടതിയിലെ ഇതിന്റെ വിധി പ്രകാരമാണ് അതിന്റെ കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാകുന്നത്. ഒപ്പം ഇങ്ങനെ ഈ നിഷ്ക്രിയ ദയാവധം നടപ്പിലാക്കിയ മറ്റു രാജ്യങ്ങളുണ്ട്. നെതർലൻഡ്, ബെൽജിയം, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലും ഈ നിഷ്ക്രിയ ദയാവധം നടപ്പിലാക്കിയിട്ടുണ്ട്. മുതലെടുപ്പിന് ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വത്തുള്ള ആളുകൾക്കൊക്കെയാണ് ഇതിന്റെ ഒരു മുതലെടുപ്പിന്റെ ഒരു വശം കൂടി വരിക. അങ്ങനെ ഏതെങ്കിലും നെഗറ്റീവായിട്ട് ലിവിംഗ് ബിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 2018 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ചരിത്രപരമായ വിധിയിലൂടെയാണ് നിഷ്ക്രിയ ദയാവധം ഇന്ത്യയിൽ നടപ്പിലായിട്ടുള്ളത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 2 ബോർഡുകൾ, അതായത് നമ്മളെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഉണ്ടാക്കുന്ന ഒരു ബോർഡും ഒപ്പം മെഡിക്കൽ ഓഫീസറുടെ അനുമതിയോടുകൂടി ഉണ്ടാക്കുന്ന ഒരു ബോർഡും, 2 ബോർഡും ഒരേ തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ മാത്രമേ ഈ നിയമം നടപ്പിലാവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ലിവിംഗ് വില്ല് നടപ്പിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കരുതിക്കൂട്ടി നമ്മളെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനിയിപ്പോ നമുക്ക് പറഞ്ഞു ഇതിന്റെ ഒരു പുതിയ നിയമമാണ്, അതിൽ കുറെ ബാലാരിഷ്ടതകൾ ഉണ്ടായിരിക്കും. അതൊക്കെ തുടർന്നുള്ള ഓരോ വിഷയത്തോടനുബന്ധിച്ചുള്ള വിധിന്യായങ്ങളിലൂടെ നമുക്കിതിനെ ഫിൽട്ടർ ചെയ്ത് നല്ലൊരു നിയമമായിട്ട് മാറ്റാനായിട്ട് കഴിയും. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സന്നദ്ധ സംഘടനകളുടെ സജീവ സാന്നിധ്യവും ഈ നിയമത്തെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയുമാണ്. അങ്ങനെയുള്ളൊരു സംഗതി തന്നെയാണ് നിങ്ങളും ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ജീവിതം നിലനിർത്തുന്നതിന് ഏതൊക്കെ ഉപാധികളാണ് ഒരു ആശുപത്രിയെ സംബന്ധിച്ച് ഒഴിവാക്കേണ്ടതായിട്ട് വരിക? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ഒരു ഇതിന്റെ ലിവിംഗ് വില്ല് എഴുതി വെച്ചു. അതിൽ തന്നെ നമുക്ക് പറയാം, എനിക്ക് ഈ ഡയാലിസിസ് അസുഖം വരികയാണെങ്കിൽ ഡയാലിസിസ് വേണ്ട. ഞാൻ ഈ ഡയാലിസിസിനെ കുറിച്ച് പ്രതിപാദിക്കാൻ കാരണം, ആൽഫ ഡയാലിസിസ് കൗൺസിലിന്റെ ഒരു പ്രസിഡന്റാണ് ഞാൻ, ഒരു എളിയ പ്രവർത്തകനാണ്. അവിടെ 32 ഡയാലിസിസ് മെഷീനിലൂടെ സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നു. ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് ഉള്ള ഒരു സഹോദരനോ സഹോദരിയാണെങ്കിൽ, ഒരു മിഡിൽ ക്ലാസ്സോ ബിലോ മിഡിൽ ക്ലാസ്സോ ആണെങ്കിൽ 4-5 കൊല്ലം ഡയാലിസിസ് ചെയ്തു വരുമ്പോൾ തന്നെ ഏകദേശം 25-30 ലക്ഷം രൂപയോളം ചെലവ് വരും. മിക്കവാറും ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന മിഡിൽ ക്ലാസ്സോ അതിന് താഴേക്കുള്ള കുടുംബങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു അറിവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വീടൊക്കെ വിറ്റ് വാടക വീട്ടിലായിരിക്കും. ഒപ്പം പല ഡയാലിസിസ് മൂലം മരണപ്പെട്ടുള്ള വീടുകളിൽ പോകേണ്ടതായിട്ടുണ്ട്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഗതി, അവിടെ വീട്ടുകാരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരില്ല. അത്രയധികം ബുദ്ധിമുട്ടിലൂടെയും പ്രയാസങ്ങളിലൂടെയും അവർ കടന്നുപോയിട്ടുണ്ട്. നേരത്തെ ചോദിച്ച മാതിരി ആശുപത്രികളിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവിതം നിലനിർത്തുന്നതെങ്കിൽ എനിക്ക് വെന്റിലേറ്റർ വേണ്ടാന്ന് വെക്കാം. പിന്നെ അതേപോലെ തന്നെ ട്യൂബിലൂടെ, ഞാൻ കോമയിലാണ്, ട്യൂബിലൂടെയാണ് എനിക്ക് ഭക്ഷണം നൽകി എൻ്റെ ജീവിതം ഇത് നിലനിർത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ട്യൂബിലൂടെയുള്ള ഭക്ഷണം വേണ്ടാന്ന് വെക്കാം. എന്നെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം. ഞാൻ എന്നും കിടന്ന് ഉണർന്നു വരുന്ന കട്ടിലിൽ കിടന്ന് എൻ്റെ ബന്ധുക്കളുടെ സാന്നിധ്യത്തില് അവരുടെ എല്ലാം പ്രാർത്ഥനയില് എനിക്ക് ആ സ്വർഗം പോകാനായിട്ട് കഴിയും. ഈ സുപ്രീം കോടതി വിധിയുടെ ഈ വിഷയങ്ങൾ ഒരുപക്ഷെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല. സാധാരണ ജനങ്ങൾ മാത്രമല്ല, ഒരു പ്രധാന വിഭാഗം ജനങ്ങളിൽ തന്നെ എത്തിയിട്ടുണ്ടായിരിക്കില്ല. വക്കീലന്മാരും അതുപോലുള്ള കുറച്ച് സമൂഹത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒരു
ക്ലാസ്സിൽ മാത്രമാണ് ഇതിലെ വിവരങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. ഇത് ഒരു വിശേഷപ്പെട്ട കാര്യം എന്നുള്ള നിലയ്ക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 2018 ഈ വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. 2018 കഴിഞ്ഞത് 2026 8 കൊല്ലമായിട്ടുള്ളൂ. ഇപ്പോഴും കഴിഞ്ഞ കൊല്ലം 2025 നമ്മുടെ എറണാകുളം ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്ത് അവിടെ കോർപ്പറേഷന് അവിടെയുള്ളൊരു ഒരു നിവാസി അവർക്ക് ലിവിംഗ് വില്ല് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ കസ്റ്റേഡിയനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതുവരെ കോർപ്പറേഷൻ അങ്ങനെ ഒരാളെ നിയമിച്ചിട്ടില്ല. ആ എറണാകുളം ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നാണ് കോർപ്പറേഷൻ ഒരു കസ്റ്റഡിയനെ വെക്കുകയും അവർ ഈ ലിവിംഗ് വില്ല് അവിടെ ഏൽപ്പിക്കുകയും ചെയ്തത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ നിയമത്തിന് വേണ്ടത്ര പ്രചാരണം കിട്ടിയിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഈ അസോസിയേഷൻ ചെയ്യുന്നത് വലിയ ഒരു നന്മയാണ്. ഇത് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ നമ്മളൊരു ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു. അപ്പുറത്ത് ബഹുരാഷ്ട്ര അല്ലെങ്കിൽ വലിയ കുത്തകകളായ ഹോസ്പിറ്റൽ സംവിധാനം അപ്പുറത്തുണ്ട്. ഇടയ്ക്കെങ്കിലും ഇതിനെ നിയമത്തെ അവിടെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടാകാം. അല്ലെങ്കിൽ ആളുകൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചികിത്സ നിർബന്ധപൂർവ്വം നൽകുന്ന അവസ്ഥകളും ഉണ്ടാകാം. അതിനൊക്കെ മറികടക്കണമെങ്കിൽ ഈ നിയമത്തെക്കുറിച്ചുള്ള ബോധം സാധാരണ ജനങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് എത്തണം. അതിനിങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളും സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളും ഇങ്ങനെയുള്ള ലിവിംഗ് വില്ല് നടപ്പിലാക്കാനും അതിനു വേണ്ട പ്രവർത്തനങ്ങൾക്കുമായിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച് ആ നിയമത്തിന്റെ ഉപകാരം സാധാരണക്കാർക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയുള്ളൂ. നിലവിൽ നമ്മൾ സംസാരിച്ചത് ലിവിംഗ് വില്ലിനെ കുറിച്ചാണ്. മരണപത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മരണപത്രം മരിക്കാൻ പോകുന്ന ഒരാള് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തെക്കുറിച്ചോ വസ്തുവകകളെ കുറിച്ചോ അല്ലെങ്കിൽ ഭാവി കാര്യങ്ങളെ കുറിച്ചോ മക്കൾക്ക് കൊടുക്കേണ്ട ഓഹരികളെ കുറിച്ചോ വിശദമായി പറഞ്ഞുകൊണ്ട് തയ്യാറാക്കുന്നതാണ്. പക്ഷെ എങ്ങനെ മരിക്കണം, അത് എങ്ങനെ വേണമെന്ന് ഒരാൾ നിശ്ചയിക്കുന്നതാണ് നമ്മൾ പറയുന്ന ലിവിംഗ് വിൽ. ഇത് നിലവിലെ ഇന്ത്യയിൽ നിയമമില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ വിശദമായ കറകളഞ്ഞ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പേജുകളോളമുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപകടകരമായ തരത്തിലാണെന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. മറിച്ച് അതിന് 2 തരത്തിലുള്ള ബോഡിയുണ്ട്. ഒന്ന് ഡോക്ടർമാരടങ്ങുന്ന ആശുപത്രിയിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബോഡി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത് ഉറപ്പുവരുത്തി മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള ലിവിംഗ് വിൽ നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ DMOന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ബോഡിയും ഇത് നടപ്പിലാക്കാൻ വേണ്ടി നിലവിലുണ്ട്. ഈ 2 ബോഡിയും ഉറപ്പായും നിശ്ചയിക്കുന്ന കേസുകളിൽ, ഒരേ അഭിപ്രായം രേഖപ്പെടുത്തുന്ന കേസുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ലിവിംഗ് വിൽ നടപ്പിലാക്കുന്നത്. ഇതിലെ ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇതിന്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് നിയമവിധേയമായി നടപ്പിലാക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഇവിടെ ബന്ധപ്പെട്ട സർക്കാരും അതോടൊപ്പം തന്നെ നിയമവ്യവസ്ഥകളുമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വിശദമായി ചൂണ്ടിക്കാണിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോയ് PF നോടുള്ള നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.